ഹാസ്യ കഥാപാത്രങ്ങളെ ഏറ്റവും മികവുറ്റതാക്കാൻ കഴിവുള്ള നടൻ സുധീർ കുമാർ എന്ന മണിയമ്പിള്ള രാജു മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അതുല്യമാണ്. നടനായും നിർമ്മാതാവായും 5 പതിറ്റാണ്ടോളം മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നടൻ. മോഹിനിയാട്ടം ആയിരുന്നു സുധീർ കുമാറിൻ്റെ ആദ്യ ചിത്രം. 1975-ൽ പുറത്തിറങ്ങിയ മോഹിനിയാട്ടം സംവിധാനം ചെയ്തത് ശ്രീകുമാരൻ തമ്പി. എന്നാൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം നിർവഹിച്ച മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചലച്ചിത്രമാണ് സുധീർ കുമാർ എന്ന രാജുവിനെ ശ്രദ്ധേയനാക്കുന്നത്. അതിലെ മണിയൻപിള്ള എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച രാജു മണിയൻപിള്ള രാജുവായി മാറുകയായിരുന്നു. ഒരു നടൻ എന്ന നിലയിൽ മികവ് തെളിയിച്ച ചിത്രമായിരുന്നു മണിയൻപിള്ള അഥവാ മണിയൻപിള്ള. ഹാസ്യ കഥാപാത്രങ്ങൾക്ക് തൻ്റേതായ ശൈലി നൽകി സിനിമയിൽ സജീവമായി. നായകനായും സഹനടനായും വില്ലനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായെത്തിയ വെള്ളാനകളുടെ നാട് എന്ന ചലച്ചിത്രം നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണ മേഖലയിലേക്കും കടന്നു. 5 പതിറ്റാണ്ടോളം നീളുന്ന സിനിമാ ജീവിതത്തിൽ 400ഓളം സിനിമകളിൽ അഭിനയിച്ചു. 13ഓളം ചിത്രങ്ങൾ നിർമ്മിച്ചു. പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ഇന്നും സിനിമയിൽ സജീവമാണ് ശ്രീ മണിയൻപിള്ള രാജു.